ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ കാര്യത്തിൽ ഇതുവരെ ധാരണയിൽ എത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകൾക്കും കഴിഞ്ഞിട്ടില്ല. അതായത് പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾ തന്നെ ISL നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ക്ലബ്ബുകളുടെ ഒരു ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഫെഡറേഷൻ തയ്യാറായിട്ടില്ല. ജീനിയസ് സ്പോർട്സിന്റെ ഒരു ബിഡ് അവിടെ കിടക്കുന്നുണ്ട്. അത് സ്വീകരിക്കാനാണ് ഫെഡറേഷന് ഇപ്പോൾ താല്പര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ജയദീപ് ബസു എന്ന മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ISL ക്ലബ്ബുകൾ ഫെഡറേഷന് മുന്നിൽ പുതിയ ഒരു പ്രപ്പോസൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത 2 സീസണുകൾ എങ്കിലും പ്രീമിയർ ലീഗ് മാതൃകയിൽ നടത്താനുള്ള ഒരു അനുമതി തങ്ങൾക്ക് നൽകണം എന്ന ഒരു റിക്വസ്റ്റ് ആണ് ക്ലബ്ബുകൾ ഫെഡറേഷന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് അടുത്ത 2 സീസണുകൾ പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾ നടത്തിക്കൊണ്ടു പോകാം എന്നാണ് ഇപ്പോൾ ഫെഡറേഷനോട് റിക്വസ്റ്റ് ആയിക്കൊണ്ട് ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ക്ലബ്ബുകൾ അവരെ അറിയിച്ചിട്ടുണ്ട്. ഓരോ സീസണിനും 15 കോടി രൂപ വീതം നൽകാമെന്നും ക്ലബ്ബുകൾ ഏറ്റിട്ടുണ്ട്. അതായത് 2 സീസണുകൾക്ക് ആകെ 30 കോടി രൂപ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ക്ലബ്ബുകളിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ്. നിലവിലെ ഓഫറിനേക്കാൾ വലുതാണ് ഇത്. അതായത് നിലവിലെ ഓഫർ പ്രകാരം 13 കോടി രൂപയാണ് ഫെഡറേഷന് ഓരോ സീസണിനും ലഭിക്കുക. പക്ഷേ ഈ മോഡൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ 15 കോടി രൂപ ലഭിക്കും, അഥവാ 2 കോടി രൂപ ഏറെ ലഭിക്കും എന്നാണ് ഇപ്പോൾ ക്ലബ്ബുകൾ ഫെഡറേഷനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സ്വീകരിക്കണം എന്നുള്ളത് കൂടി ക്ലബ്ബുകൾ ഇപ്പോൾ ഫെഡറേഷനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് സ്വീകരിക്കുമോ അതല്ലെങ്കിൽ ജീനിയസ് സ്പോർട്സിന്റെ ബിഡ് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല. വരുന്ന വ്യാഴാഴ്ച ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ISL ക്ലബ്ബുകളുമായി പുതിയ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾ തന്നെ ISL നടത്താനാണ് ക്ലബ്ബുകൾക്ക് ഇപ്പോൾ താല്പര്യം. അടുത്ത 2 സീസണിലേക്ക് അതിന് അനുമതി നൽകണം. 15 കോടി രൂപ വീതം ഓരോ സീസണിനും നൽകാം എന്നൊക്കെയാണ് ഇപ്പോൾ ക്ലബ്ബുകൾ അറിയിച്ചിട്ടുള്ളത്. വരുന്ന വ്യാഴാഴ്ചയോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.